ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. വൃക്ക സംബന്ധമായ നേരിയ പ്രശ്നങ്ങളുണ്ട് എന്നും റിപ്പോർട്ടുണ്ട്. ശ്വാസകോശത്തിൽ അണുബാധയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസം 14-നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, പക്ഷേ അദ്ദേഹം കുർബാനയിൽ പങ്കെടുത്തു തുടങ്ങിയ ചില കാര്യങ്ങൾ കൂടി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴീ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെ വിലയിരുത്തുന്നു വത്തിക്കാൻ? വീണ, തീർച്ചയായും അദ്ദേഹം കുർബാനയിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് ജമേലി ആശുപത്രിയിലെ അദ്ദേഹം ചികിത്സയിൽ കഴിയുന്ന റൂമിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അവരെല്ലാം തന്നെ പുരോഹിതരും അതുപോലെ തന്നെ അനുബന്ധമായി ജോലി ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം കുർബാനയിൽ പങ്കെടുത്തു. അല്ലെങ്കിൽ ഹോളി മാസ് സ്വാഭാവികമായും മാർപ്പാപ്പ അതിൻ്റെ കൃത്യമായ ഇടവേളകളിൽ നടത്തേണ്ടതുണ്ട്. അത് സഭാ നിയമപ്രകാരമുള്ളൊരു നീക്കമാണ്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ ആ കുർബാനയിൽ പങ്കെടുക്കുന്നു എന്നതാണ്. അതിലെ ചില കൃത്യമായ ഇടപെടലുകളാണ് അദ്ദേഹം നടത്തുന്നത്. അങ്ങനെ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നു എന്ന രീതിയിൽ കുർബാനയെ അർപ്പിക്കുന്നു എന്നതാണ്. അതൊരു വിശ്വാസപരമായ ഒരു നീക്കത്തിൻ്റെ, ഒരു പ്രാർത്ഥനാപരമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി എല്ലാ മാർപ്പാപ്പന്മാരും ചെയ്യുന്നതാണ്. അത് കൃത്യമായും ഒരു ആരോഗ്യസ്ഥിതി ഒരു അളക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നു, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നത് സംബന്ധിച്ച ഒരു കൃത്യത, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആരോഗ്യം പൂർണ്ണമായും ക്ഷയിച്ചിട്ടില്ല എന്നതിനൊരു തെളിവായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അദ്ദേഹം കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല അത്തരത്തിൽ ഞായറാഴ്ച നടക്കുന്ന പ്രത്യേക ചില കുർബാനകളുണ്ട്. അതിന് നേതൃത്വം വഹിക്കാൻ സാധിക്കാത്തതിൽ ഖേദമറിയിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന്. മാത്രമല്ല ആശുപത്രിയിലെ സ്റ്റാഫുമായി പ്രതികരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസം, അതായത് ഇന്നലെ രാത്രിയാണ് വൃക്ക സംബന്ധമായ മറ്റൊരു കോംപ്ലിക്കേഷൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുണ്ടായത്. വൃക്കയെ അത് നിയന്ത്രിക്കാനായി, അത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എങ്കിൽ കൂടി ഈ പ്രായം 88 വയസ്സുണ്ട്, അദ്ദേഹത്തിന് കടുത്ത ന്യൂമോണിയയുണ്ട്, മറ്റ് രോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ചേരുമ്പോൾ അത് എളുപ്പം കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല കൃത്യമായി വ്യായാമം ചെയ്യാൻ സാധിക്കാത്തതെല്ലാം തന്നെ ചില പ്രശ്നങ്ങളായി ശരീരത്തിൻ്റെ ചില ബലക്ഷയത്തിനൊക്കെ കാരണമാകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഗൗരവതരമായി തന്നെ തുടരുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ അതിതീവ്രമായ ഒരവസ്ഥയിൽ നിന്നും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കൂടി തീർത്തും ഗൗരവതരമായി തന്നെ, അല്ലെങ്കിൽ ആശങ്കാജനകമായി തന്നെ തുടരുന്നു എന്ന് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ക്രിട്ടിക്കലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കൂടുതൽ റിപ്പോർട്ടുകളൊന്നും പുറത്തു വരുന്നില്ല. സങ്കീർണമായി തുടരുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ചില വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹം ചില വിരമിക്കൽ നീക്കങ്ങൾ നടത്തുന്നു എന്ന ഊഹാപോഹങ്ങൾ പോലും പ്രചരിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത്രയും ആരോഗ്യസ്ഥിതിയിൽ കുറേ ഗൗരവതരമായ നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നതും മറ്റൊരു സംഭവമാണ്. എന്തുതന്നെയായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ തന്നെ മാർപ്പാപ്പ തുടരുന്നു എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ, ജമേലി ആശുപത്രി വൃത്തങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നത്. വീണ. ഓക്കെ.